കോഴിക്കോട് പാളയം മാർക്കറ്റിലെ പഴകിയ കെട്ടിടങ്ങൾ ബലക്ഷയം നേരിടുന്നു എന്നാണ് NITയുടെ റിപ്പോർട്ട്. അതോടുകൂടി ഈ പുതിയ മാർക്കറ്റ് കെട്ടിടത്തിലേക്ക് അവിടെയുള്ള വ്യാപാരികളെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളുമായി രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീഴുകയും അവിടെ വലിയ തരത്തിൽ പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നഗരസഭ വ്യാപാരികളെ ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് ഒന്നാമത്തേത്, ഇതിൻ്റെ മുകൾ നിലയിലാണ് അവിടെയുള്ള വ്യാപാരികൾക്ക് സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. അതല്ല, താഴെ നിലയിൽ തന്നെ അത്തരത്തിൽ വ്യാപാരികൾക്ക് സ്ഥലം അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇതിന് മുൻഭാഗത്തൂടെയുള്ള ഈ റോഡാണ്. ഈ റോഡിന് വേണ്ടത്ര വീതിയില്ല. അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വാഹനങ്ങൾക്ക് ഈ വളവിൽ വാഹനങ്ങൾ വളച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. 20 ടണ്ണടക്കം വരുന്ന വാഹനങ്ങളായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഇതിനെ വളച്ച് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നതിനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ സുപ്രധാനമായ ഒരു കാര്യം എന്നുള്ളത്, 2024 ജൂൺ മാസം 28-ാം തീയതി നഗരാസൂത്രണ വിഭാഗം ഈ ഭൂമി ഏറ്റെടുക്കണമെന്നൊരു നിർദ്ദേശമടക്കം നൽകിയിരുന്നു. അത് ജൂലൈ 10-ന് ചേർന്ന നഗരസഭയിലെ കൗൺസിൽ യോഗം അംഗീകരിക്കുകയും കലക്ടറോട് ആവശ്യമെങ്കിൽ ഭൂമി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പക്ഷേ 2 വർഷങ്ങൾ പിന്നിടുമ്പോഴും അത്തരത്തിലൊരു നടപടിയൊന്നും നഗരസഭയുടെ ഭാഗത്തുണ്ടായില്ല. പഴയ ഭരണസമിതി മാറി പുതിയ ഭരണസമിതി വരുന്നു. പക്ഷേ അപ്പോൾ പോലും അത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവിടേക്ക് പെട്ടെന്ന് തന്നെ റോഡ് വീതി കൂട്ടി ഇവിടേക്ക് വാഹനങ്ങൾക്ക് കയറിപ്പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ വളവ് പൂർണ്ണമായും നിവർത്തി തന്നെ പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാവില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതിലൊരു നടപടി ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യം എന്നുള്ളത്, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളത്, ഈ ഭൂമി സ്വകാര്യ ഭൂമിയല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൊതുഭൂമിയാണ് എന്നുള്ള പുറമ്പോക്കാണ് എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ തടസ്സങ്ങളില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമാഫിയയ്ക്ക് ഈ ഭൂമി വിട്ടുകൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു അന്വേഷണം കൂടി വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. 12 സെൻറ്റ് ഭൂമിയുണ്ടെന്നും ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന ഭൂമിയാണ് ഇത് സ്വകാര്യ ആളുകൾക്ക് വിട്ടുകൊടുക്കുന്ന നിലപാടാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടാവുന്നതെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അന്വേഷണം കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ മാർക്കറ്റ് മാറ്റം ഞങ്ങളൊരു ഗൂഢസംഘമൊന്നുമല്ല. ഇവിടെ പറയുന്നത് എന്താ, തൊഴിലാളികളുമായി ചേർന്ന് അവരെ കൊണ്ട് സമരം ചെയ്യിച്ച് നമ്മളെന്തോ ലാഭം കൊയ്യാൻ നടക്കുന്ന മാതിരിയുള്ള സംസാരങ്ങളൊക്കെ നഗരത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളെല്ലാവരും ഈ സ്ഥലം നന്നായി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ പറ, അവിടെ ഒരു 2 ലോറി ഒരുമിച്ച് വന്നാൽ ആ കടക്കുന്ന ഭാഗത്ത് കല്ലുക്കാത്താൻ കടവ് ജംഗ്ഷനിൽ നിന്ന് തിരിയുന്ന ഭാഗത്ത് എന്താകും അവിടുത്തെ ഗതാഗത കുരുക്ക്? ഈ 10-15 മീറ്റർ നീളമുള്ള പാളയം ജംഗ്ഷനിൽ പോലും കാലത്ത് ഗതാഗത കുരുക്ക് ഉള്ള സമയത്ത് അതിൻ്റെ പകുതി വീതിയുള്ള റോഡിനകത്ത് ഒരു കെട്ടിടം നിർമ്മിച്ച് മാർക്കറ്റ് മാറ്റണമെന്ന് പറയുന്നത് അത് യുക്തിസഹമാണോ? കാരണം ഒരേ സമയം 100 കണക്കിന് വാഹനം വരിക. ഇപ്പോൾ കഴിഞ്ഞ 2/7/2024 ഇവർ ആ ജംഗ്ഷനിലുള്ള ഒരു 18 സെൻറ്റ് സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തേ അത് പുറലോകം കാണാണ്ട് പോയത്? ലോകത്താരും അറിഞ്ഞിട്ടില്ലല്ലോ തീരുമാനം. ആ 18 സെൻറ്റ് സ്ഥലം ഇന്ന് ചില സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് സർക്കാർ ഭൂമിയാണ്. ആ സർക്കാർ ഭൂമി ഇവരെ കൈകളിലേക്ക് എങ്ങനെ എത്തിയെന്ന് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായും അന്വേഷണം നടക്കണം. കാരണം 10-15 കോടി രൂപയോളം വില വരുന്ന ഭൂമിയാണ് അവിടെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ആ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ മാർക്കറ്റിലേക്ക് കാഴ്ചക്ക് തന്നെ നമുക്ക് വ്യത്യാസം വരും. കാരണം പൂർണ്ണമായും അവിടെ ഗതാഗതം സുഗമമാവും. ബൈപ്പാസിൽ വരുന്ന എല്ലാ വണ്ടികളും സുഖമായി തിരിച്ചു കയറാൻ പറ്റും. ഏതായാലും ഈ കല്ലുത്താൻ കടവിലെ ഈ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിലേക്ക് ഈ വ്യാപാരികളെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതേസമയത്ത് ഇത്തരത്തിലുള്ള നിബന്ധനകൾ, ഉപാധികളാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത്തരത്തിൽ ഉപാധികൾ അംഗീകരിച്ചാൽ വ്യാപാരികൾ ഇങ്ങോട്ട് മാറ്റുന്നില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പ്രതിപക്ഷം മാറിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.